നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ച. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ദേവികുളം സബ് കളക്ടർ. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടിയിൽ 7 വയസ്സുകാരന് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ കുട്ടിയുടെ കൈയൊടിഞ്ഞു. സംഭവത്തിൽ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആശുപത്രിയിൽ കുഞ്ഞിന് ജന്മം നൽകി. കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിലെ ഒരു ആശുപത്രിയിൽ പ്രസവിച്ചത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരി. പെൺകുട്ടി ഗർഭം ധരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാമുകനിൽ നിന്ന്. വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തുക മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക്. എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത് പ്രജനന കാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച. വിശദമായ വാർത്തകളിലേക്ക്. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിക്കുകയും ചെയ്തത്. ദേവികുളം സബ് കളക്ടറാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഭൂമി കയ്യേറ്റത്തെയും അനധികൃത നിർമ്മാണത്തെയും തുടർന്ന് വിവാദമായ ബൈസൺവാലി വില്ലേജിലെ ചൊക്രമുടിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വീണ്ടും നടന്ന കയ്യേറ്റ ശ്രമത്തിനെതിരെയാണ് ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കിടന്ന കാട് വെട്ടിയവരെയും നീലക്കുറിഞ്ഞി നശിപ്പിച്ചവർക്കുമെതിരെ നിയമപ്രകാരമുള്ള കേസെടുക്കാനാണ് ദേവികുളം സബ് കളക്ടർ രാജാക്കാട് SHOയ്ക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ബൈസൺവാലി വില്ലേജ് ഓഫീസർ വാസ്തവവിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നല്ലൊരു കൂട്ടായ ശ്രമം ഇതിനകത്ത് ഇവർ ഈ കയ്യേറ്റക്കാർക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അതുപോലെ നീലക്കുറിഞ്ഞി മലനിരകൾ ഇവിടെ പാറ പൊട്ടിച്ചിരിക്കുന്നു, നീലക്കുറിഞ്ഞി മലനിരകൾ നശിപ്പിച്ചിരിക്കുന്നു. ഫോറസ്റ്റ് ജിയോളജി വകുപ്പോ നാളെ ഇതുവരെ ഒരു കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു നടപടികൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രി നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. ആ മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നത് CPI ഉൾപ്പെടെയുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതായത് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൊക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കാനെത്തിയ IG K. സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ട് പൂട്ടിയ ഗേറ്റിന്റെ താഴ് തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കിടക്കുകയും 1/2 ഏക്കറിലധികം സ്ഥലത്തെ കാട് വെട്ടിത്തെളിക്കുകയും ചെയ്തത്. ഈ 1/2 ഏക്കർ സ്ഥലത്ത് നിന്ന് സംരക്ഷിത സസ്യമായ നീലക്കുറിഞ്ഞി ചെടികളും യന്ത്രം ഉപയോഗിച്ച് നടത്തിയ കാടുവെട്ടലിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഭൂമിയിൽ അതിക്രമിച്ചു കയറിയവരെ പുറത്താക്കുകയായിരുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടിയിൽ 7 വയസ്സുകാരൻ അയൽവാസിയുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ കുട്ടിയുടെ കൈയൊടിഞ്ഞു. സംഭവത്തിൽ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. കുട്ടി കളിക്കുന്നതിനിടയിൽ അയൽവാസിയായ ലോട്ടറി വിൽപ്പനക്കാരൻ കുട്ടിയുടെ കൈപിടിച്ച് തിരിക്കുകയായിരുന്നുവെന്നാണ് പരാതി. വേദനയെ തുടർന്ന് കുട്ടി വീട്ടിലെത്തി മാതാവിനോട് വിവരം പറഞ്ഞു. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിൽ കൈ ഒടിഞ്ഞതായി കണ്ടെത്തിയെന്ന മാതാവ് പറയുന്നു. ഞായറാഴ്ച ഇവൻ അങ്ങോട്ട് പോകും, പിന്നെ അവരുടെ വീട്ടിലോട്ട് പോയി ഇവർ കളിച്ചോണ്ടിരിക്കുന്ന ഇടയില കൈ പിടിച്ച് തിരിച്ചു വിട്ടത്. ഇവൻ കാറിക്കൊണ്ടായിരുന്നു ഓടി വന്നത്. ഞാനാദ്യം ഓർത്ത് പട്ടി വല്ലതും കടിച്ചാണെന്ന്. എന്നിട്ട് ഇവൻ ഇവിടെ വന്നിട്ട് ഭയങ്കര കരച്ചില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ അങ്ങോട്ട് കയറിപ്പോയി ഞങ്ങൾ കണ്ടില്ല. ഇതേ പോകണ്ടെന്നേ പറയത്തുള്ളായിരുന്നു. എന്നിട്ട് ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ ഇവൻ കാറിക്കൊണ്ട് വന്നപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചു എന്നാ പറ്റിയതാണ്. അന്നേരം ഇവൻ പറഞ്ഞു പിന്നെ ആ ജോസാപ്പൻ ഇവൻ വിളിക്കുന്നത്. ആ പുള്ളി കയ്യെ പിടിച്ച് തിരിച്ചു തന്നെയായിരുന്നു. ആദ്യം ഒന്ന് തിരിച്ചു കഴിഞ്ഞ് പിന്നെ അതിന് വേദനിച്ചില്ല. പിന്നെ രണ്ടാമത് തിരിച്ചു കയ്യെ പിടിച്ച് തിരിച്ചപ്പോൾ ഇങ്ങനെ കൈ തിരിഞ്ഞ് പൊട്ടനുണ്ട്. സംഭവത്തിൽ ഉപ്പുതറ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി. അയൽവാസിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ ആവശ്യം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആശുപത്രിയിൽ കുഞ്ഞിന് ജന്മം നൽകി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരിയാണ് കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിലെ ഒരു ആശുപത്രിയിൽ പ്രസവിച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാമുകനിൽ നിന്നാണ് പെൺകുട്ടി ഗർഭം ധരിച്ചത്.
9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരിയാണ് കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിലെ ഒരു ആശുപത്രിയിൽ പ്രസവിച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാമുകനിൽ നിന്നാണ് പെൺകുട്ടി ഗർഭം ധരിച്ചത്. വിദ്യാർത്ഥിക്കും 14 വയസ്സ് പ്രായമുണ്ട്. ഇവർ ബന്ധുക്കളാണെന്നും വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പരിശോധനയിൽ ഗർഭിണിയാണെന്ന് തെളിഞ്ഞു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കഴിഞ്ഞ ദിവസം ആൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു. കുമളി ചക്കുവള്ളം സ്വദേശിയിൽ നിന്ന് 2.25 കോടി രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാളെ ഇടുക്കി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ മുഖ്യകണ്ണിയായ എറണാകുളം ആലുവ സ്വദേശി TM ബിനോയിയാണ് അറസ്റ്റിലായത്. മികച്ച ലാഭമുണ്ടാക്കാമെന്ന വാഗ്ദാനം നൽകി വിവിധ അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. കുമളി ചക്കുവള്ളം സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇടുക്കി DCRB DYSP KR ബിജുവിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുരേഷ് VA, SIമാരായ ടൈറ്റസ് മാത്യു, അനിൽകുമാർ, ASI സന്തോഷ് വർഗീസ്, പോലീസ് ഉദ്യോഗസ്ഥരായ സന്ദീപ്, പ്രത്യുഷ്, M ശിവപ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ച ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ വൈകാതെ തുടങ്ങുമെന്നും MP വ്യക്തമാക്കി. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച ഉദ്ഘാടനം നടന്നത്. പിന്നീട് മഴക്കാലത്ത് പാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് പരിസരത്ത് വെള്ളക്കെട്ടുണ്ടാവുകയും ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ റോഡിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് 8 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായും നിർമ്മാണ ജോലികൾ വൈകാതെ തുടങ്ങുമെന്നും ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. പല മേഖലകളിൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മഴക്കാലത്ത് മൺസൂൺ കാലഘട്ടത്തിൽ ബോധ്യപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നമ്മുടെ മൂന്നാർ പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്ത് അവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ അവരുടെ വീടുകളിലേക്ക് വെള്ളമൊഴുകി ചെന്ന് അവർക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ കുറച്ച് നിർമ്മാണം അഡീഷണലായി ഇപ്പം നേരത്തെ ഒരു ഉരുൾപൊട്ടൽ എന്നല്ല, ഒരു മണ്ണിടിച്ചിലിൽ കുറച്ച് അപാകത സംഭവിച്ച പ്രദേശം ഉൾപ്പെടെയുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ ആ മേഖല ഉൾപ്പെടെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി മെയിൻ്റനൻസ് തുകയായി 8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് ദേശീയപാതയുടെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞും മറ്റും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട അറ്റകുറ്റപ്പണികൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക വിനിയോഗിക്കും. കട്ടപ്പന നഗരസഭയിൽ പൊതുമരാമത്ത് വകുപ്പിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും കെടുകാര്യസ്ഥത ആരോപിച്ച് LDF കൗൺസിലർമാർ. ഗ്രാമീണ മേഖലകളിലടക്കം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. സ്വാധീനമുള്ള നഗരസഭാ അംഗങ്ങളുടെ വാർഡുകളിൽ മാത്രമാണ് ഫണ്ട് വിനിയോഗം നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭ പൊതുമരാമത്ത് വകുപ്പിലെ കെടുകാര്യസ്ഥത മൂലം ഗ്രാമീണ മേഖലകളിലെ റോഡുകൾ പോലും തകർന്നു കിടക്കുകയാണ്. നിർമ്മാണ വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിന് പോലും നഗരസഭ അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഈ വർഷം 7% ഫണ്ട് മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പിൽ ചിലവഴിക്കാൻ സാധിച്ചത്. നിരവധി വലിയ പൊതുപരിപാടികൾക്കടക്കം ഉപകാരപ്രദമാകുന്ന കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയം മാറ്റി ഇൻഡോർ സ്റ്റേഡിയം പണിയുന്നത് നഗരസഭയുടെ അട്ടിമറിയുടെ ശ്രമമാണെന്നും LDF കൗൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു. അതായത് മൊത്തം മുനിസിപ്പാലിറ്റിയുടെ ചെലവ് എന്ന് പറയുന്നത് ഈ സമയത്ത് ജനുവരി തീർന്നു, ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പം ചെലവഴിച്ചിരിക്കുന്നത് 28% മാത്രമാണ്. ബാക്കി റോഡുകൾക്ക് 7% കഴിയുമ്പോൾ നമുക്കറിയാം റോഡ് ഫണ്ടുകളാണ് ചെയ്യാൻ കിടക്കുന്ന മുഴുവൻ. ഇതൊക്കെ എന്ന് നടക്കുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. ഭരണസമിതിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമായിട്ട് നിൽക്കുന്നുമില്ല. അതോടൊപ്പം നമ്മുടെ ഈ സ്റ്റേഡിയം മാറ്റി സ്റ്റേഡിയം പണിയുന്നതിനുണ്ട്. അത് നിലവിൽ LDF വിയോജനം എഴുതിയിട്ടുണ്ട്. ഇപ്പം LDF കൗൺസിലർമാർ കത്ത് കൊടുത്തു കഴിഞ്ഞു. ഒരു കാരണവശാലും ഇൻഡോർ സ്റ്റേഡിയം അനുവദിക്കാൻ പാടില്ല. അത് കട്ടപ്പനയിലെ പൊതുസമൂഹത്തിന് ഒരു പൊതുപരിപാടി നടത്തുന്നതിനോ കായിക പ്രേമികൾക്ക് കായിക പ്രോഗ്രാം നടത്തുന്നതിനോ ഒരു മേള സംഘടിപ്പിക്കുന്നതിനോ ഒന്നുമുള്ള സൗകര്യം നിലവിലുണ്ടാവില്ല. ഈ വർഷവും ടെസ്റ്റിൽ നിന്ന് ഏകദേശം 20 ലക്ഷത്തോളം രൂപ വരുമാനം കിട്ടിയ ഒരു സ്റ്റേഡിയമാണ്. അപ്പം അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇത് VT സെബാസ്റ്റ്യൻ കട്ടപ്പനയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് മേടിച്ചിട്ട സ്ഥലമാണ്. ഈ സ്ഥലം VT സെബാസ്റ്റ്യൻ നാമധേയത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് മുൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നു. അത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നത്. നഗരസഭയിലെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ച ചെയർപേഴ്സൺ ബീന ടോമിക്ക് LDF കൗൺസിലർമാർ നിവേദനവും നൽകി. കഴിഞ്ഞ 3 വർഷങ്ങളായി വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടക്കുന്നില്ല.
നഗരസഭയുടെ കെടുകാര്യസ്ഥത ഭരണപക്ഷ കൗൺസിലർമാർ വരെ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ. സ്വാധീനമുള്ള കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതായും LDF കൗൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു. വളരെയേറെ ഫണ്ടുകൾ ഇനിയും വിനിയോഗിക്കേണ്ടതുണ്ട്. ഗ്രാമീണ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ഭരണപക്ഷത്തെ കൗൺസിലർമാർ പോലും ഈ വിഷയം കൗൺസിലിൽ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഭരണസമിതി ഇക്കാര്യത്തിൽ കൂടുതലായി ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ ഉണ്ട്. എല്ലാ റോഡുകളും വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ പുനർനിർമ്മിക്കേണ്ട സാഹചര്യത്തിലാണ്. അതിനായി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ സ്വാധീനമുള്ള, അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അതായത് മുൻ ചെയർപേഴ്സന്റെ സ്ഥാനത്തും ഇപ്പോഴാണെങ്കിലും സ്വാധീനമുള്ള കൌൺസിലർമാരുടെ വാർഡുകളിലേക്ക് കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നതായി കാണുന്നുണ്ട്. അതൊരു കാരണവശാലും ജനാധിപത്യത്തിന് ഭൂഷണമായ ഒരു സംഗതി അല്ല എന്നുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നും കൌൺസിലർമാർ മുന്നറിയിപ്പ് നൽകി. KK റോഡിൽ പീരുമേട് മരീഗിരി സ്കൂളിന് മുന്നിൽ കഴിഞ്ഞ രാത്രി വീണ്ടും കാട്ടാന ഇറങ്ങി. സ്കൂളിന് മുന്നിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളെ കാട്ടാന ഓടിച്ച സ്ഥലത്താണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്കൂളിന് മുൻപിൽ കാട്ടാന ഇറങ്ങിയത്. സ്കൂളിന് മുന്നിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളെ കാട്ടാന ഓടിച്ച സ്ഥലത്താണ് വീണ്ടും കാട്ടാന ഇറങ്ങിയത്. കോട്ടയം കുമളി റോഡിൽ പീരുമേട് മരീഗിരി EMHSSന്റെ മുന്നിലാണ് രാത്രി കാട്ടാന ഇറങ്ങിയത്. ഈ സമയം ഇതുവഴി വന്ന ലോറി ഡ്രൈവർ കാട്ടാനയെ കണ്ട് വാഹനം പിന്നോട്ടെടുത്തു. റോഡ് മുറിച്ചു കടന്ന ആന തട്ടാത്തിക്കാനത്തെ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയത് ആശങ്ക പരത്തിയിട്ടുണ്ട്. ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളെ കാട്ടാന വിരട്ടിയോടിച്ചത് 2 മാസം മുൻപാണ്. അന്ന് വലിയ പ്രതിഷേധം മേഖലയിൽ ഉടലെടുത്തിരുന്നു. ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കാമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് അന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വന്യമൃഗ ആക്രമണത്തിൽ ആളുകൾ മരിച്ചാൽ ആ കുടുംബത്തിന് 50 ലക്ഷം രൂപ സഹായം നൽകണമെന്ന മുൻ MLA മാത്യു സ്റ്റീഫൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടാകണം. വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കാൻ വനംവകുപ്പ് സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എത്ര കാലം നമുക്ക് ഈ ഒരു പ്രശ്നം ഇങ്ങനെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റും? ഇതിനൊരു പരിഹാരം വേണ്ടേ? ഓരോ ദിവസവും വരുന്ന വാർത്ത, ഒന്നീ കാട്ടാന വിട്ടുകൊന്നു, അല്ലെങ്കിൽ കടുവ പിടിച്ചു, അല്ലെങ്കിൽ പശുവിനെ പിടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ മനുഷ്യനെ പിടിച്ചു. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായ ഒരു തീരുമാനം സർക്കാർ എടുക്കണം. പിന്നെ നമ്മൾ എല്ലാ ഭൂമി ജയിക്കുന്നറിയാം, എന്തെങ്കിലും ഒരു അപകടം, ഒരു വണ്ടി ഓടുന്നു, ഒരു അപകടം ഉണ്ടായി, നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനെയോ മലയോരത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനെയോ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് കൊന്നാൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. 10 ലക്ഷം രൂപ കൊടുത്തൊരു കാര്യമൊന്നുമില്ല. അവരുടെ മക്കൾക്ക് ജീവിക്കണം, വീട് കാണിയേല, ഭക്ഷണം കാണിയേല, പട്ടിണി കിടക്കും. അതുകൊണ്ട് 50 ലക്ഷം രൂപ ഈ പാവപ്പെട്ട ആളുകൾക്ക്, മരിക്കുന്ന ആളുകളുടെ കുടുംബത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആരെയും ഭീഷണിപ്പെടുത്താനില്ല, പാർലമെന്റിന്റെ മുമ്പിൽ മരിക്കുന്നവരെയും. ഇരട്ടിയാർ വലിയ തോവാള ക്രിസ്തുരാജ ഹൈസ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 1 നടക്കും. വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ ആദ്യകാല സ്കൂളുകളിലൊന്നായ ഇരട്ടയാർ വലിയതോവാള ക്രിസ്തുരാജ ഹൈസ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനവും 68ാമത് സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ജെസി എബ്രഹാം, മോളിക്കുട്ടി ജോസഫ് എന്നിവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തന്നെ ആദ്യകാല സ്കൂളുകളിലൊന്നായ വലിയതോവാള ക്രിസ്തുരാജ് ഹൈസ്കൂള് ഇപ്പോൾ 68 വർഷങ്ങളുടെ പ്രവർത്തന മികവിലാണ് നിൽക്കുന്നത്. 1957 ഒരു ഓലഷെഡിലെ 1-2 ക്ലാസ്സുകളുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച സ്കൂളിന് ശരിക്കും നിയതമായ രൂപത്തിലുള്ള ഒരു കെട്ടിട സമുച്ചയമൊക്കെ ഉണ്ടായത് 3 ഘട്ടങ്ങളിലായിട്ടുള്ള നിർമ്മാണത്തിൻ്റെ ശേഷം 1969 ആ കെട്ടിടവും കാലപ്പഴക്കത്താൽ ഏതാണ്ട് 48 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജീർണാവസ്ഥയിലെത്തിയപ്പോഴാണ് ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 1-ാം തീയതി
ഉദ്ഘാടനം ചെയ്യപ്പെടാനായിട്ട് പോകുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണം 2017 ആരംഭിച്ചു. 2017 തുടങ്ങി ഈ 7 വർഷ കാലഘട്ടം കൊണ്ട് 3 തവണയായിട്ടാണ് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എം മണി MLA മുഖ്യപ്രഭാഷണവും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തും. ഇപ്പോൾ ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച, കേരളത്തിൻ്റെ ബഹുമാന്യനായ ജലവിഭവശേഷി വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ പ്രസ്തുത കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ മുഹൂർത്തത്തിൽ ഉടമ്പൻചോല MLA ആയിട്ടുള്ള ശ്രീ എം മണിയുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പിതാവിൻ്റെ അനുഗ്രഹ പ്രഭാഷണവും മാണി ആശാന്റെ മുഖ്യപ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. യോഗത്തിൽ കട്ടപ്പന DEO PK മണികണ്ഠൻ സ്കൂളിന്റെ മുഖപത്രം പ്രകാശനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങത്താഴെ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേക്കുറ്റ, മുൻ മാനേജർ ഫാദർ തോമസ് തെക്കേമുറി, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബിച്ചൻ ചിന്താമണി, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം മിനി കൊറ്റുനിക്കൽ, വലിയതോവാള SNDP യോഗം സെക്രട്ടറി ഷാച്ചി മരുതോലിൽ തുടങ്ങിയവർ സംസാരിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സ്കൂൾ വാർഷികത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങത്താഴെ അധ്യക്ഷത വഹിക്കും. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലൂപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിക്കും. യോഗത്തിൽ വെച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങത്താഴെ, പ്രധാന അധ്യാപിക ആൻസമ്മ തോമസ്, PTA പ്രസിഡന്റ് ഷിബു മുള്ളൻകുഴി, സെക്രട്ടറി ബിനു പാലമൂട്ടിൽ, വൈസ് പ്രസിഡന്റ് ബിബിൻ നെടിയത്തിൽ, മുൻ PTA പ്രസിഡന്റ് രാജു പാതയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനം ആചരിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി തോമസ് രാജൻ സന്ദേശം നൽകി. എല്ലാ വർഷവും ജനുവരി 30-ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പരിപാടി സംഘടിപ്പിച്ചത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഒരു സാഹചര്യത്തിലും ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടയാവരുത് എന്നുള്ള വലിയ സന്ദേശത്തോടുകൂടി, അഹിംസയുടെ സന്ദേശം ഈ ലോകത്തിന് നൽകിക്കൊണ്ട് ഒരു രാഷ്ട്രത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു സമരത്തെ, ഒരു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ ദിനത്തിൽ ഉദിച്ചു നിൽക്കുന്നത്. ലോകത്തിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള ഒരു ആശയവുമായി ഒരു സമരത്തെ ആരും നയിച്ചിട്ടില്ല എന്നുള്ളത്. KPCC സെക്രട്ടറി തോമസ് രാജൻ സന്ദേശം നൽകി. ഒരു മഹാത്മാവിനെ എങ്ങനെ തമസ്കരിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നായകനായി നിന്നുകൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി അംഗീകരിക്കപ്പെട്ട ഒരു മഹാരഥൻ. ആ മഹാരഥൻ ഇന്ത്യയിൽ ഇന്ന് ആരുമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെ ഗൗരവതരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥൂറൻ ഗോഡ്സെയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത RSSന്റെ സംഘപരിവാറിന്റെ നേതാവായിരുന്ന സവർക്കറെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം മഹാത്മാഗാന്ധിയുടെ ഘാതകരെ സംരക്ഷിച്ച, പിന്തുണച്ച, അതിനുവേണ്ടിയുള്ള വഴിയൊരുക്കി കൊടുത്ത സവർക്കറുടെ പേരിൽ സർവകലാശാലകൾ ഇന്ന് ആരംഭിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കമുട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബിന്നി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ മനോജ് മുരളി, ജോയി പുരുന്നോലി, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു, KS സജീവ്, ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ 77ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി.
KPCC അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, KP ഗോപിദാസ്, ബെന്നി പാലക്കാട്, സാജു പഴപ്പളക്കൽ, ബിജു കൂട്ടുപുഴ, ജോയി തമ്പുഴ, തങ്കച്ചൻ പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. KM മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് എം കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി ആകാശപ്പറവിയിൽ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തു. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജ് തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന 20 ഏക്കർ ആകാശപ്പറവ അന്തേവാസികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തുകൊണ്ടാണ് ദിനാചരണം നടത്തിയത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം മനോജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വലിയ സാമൂഹ്യ പരിവർത്തനം വരുത്തിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. കേരളത്തിലെ സാധാരണക്കാരും കൃഷിക്കാരുടെ ഇടയിൽ വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ കൂടെ അദ്ദേഹത്തിന് നൽകുവാൻ സാധിച്ചു. വലിയ കർഷക തൊഴിലാളി ക്ഷേമ നിധിയും കർഷക ക്ഷേമനിധിയും കർഷക പെൻഷനും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് വഴിയാണ് കേരളത്തെ ജനസമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് ഇടുക്കിയിലെ പട്ടയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ KM മാണി സാർ അനുമതി നേടിയെടുത്ത് നൽകിയ ഭൂമിക്കാണ് ഇന്നും പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. മാത്രമല്ല, 1993 അദ്ദേഹം ഉണ്ടാക്കിയ നിയമം, ആ നിയമം വഴി ലഭിച്ച പട്ടയത്തിന് ഇപ്പോൾ യാതൊരുവിധ നിബന്ധനയുമില്ലാതെ കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള അനുമതി ഉണ്ടെന്നുള്ളത് ഈ ഹൈറേഞ്ചിലെ കൃഷിക്കാരെ, കുടിയേറ്റക്കാരെ അദ്ദേഹം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടി അധ്യക്ഷനായിരുന്നു. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപാറ, ടെസിൻ കളപ്പുര, ജോസ് ഇട്ടിയിൽ, സാബു പുത്തൻവീട്ടിൽ, ബിജു വാഴപ്പനാടിൽ, ആനന്ദ് വടശ്ശേരി, ദേവസ്യാച്ചൻ തുളശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. അന്തരിച്ച KM മാണിയുടെ ജന്മദിനം കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ കാരുണ്യ ദിനമായി ആചരിച്ചു. ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽഫോൻസ ഭവനിൽ വെച്ചാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. KM മാണിയുടെ 90ാം ജന്മദിനാഘോഷം കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ കാരുണ്യ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഇരട്ടയാർ അൽഫോൻസ ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ കട്ടപ്പനയെ സംബന്ധിച്ചോളം, ഇരട്ടയാറിനെ സംബന്ധിച്ചിടത്തോളം മണിസാറിന്റെ കരുതൽ വളരെ വലുതായിരുന്നു. ഹൈറേഞ്ചിലെ ജനങ്ങളോടുള്ള കരുതൽ വളരെ വളരെ വലുതായിരുന്നു. അതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. കട്ടപ്പനയിൽ നിന്ന് കാണുന്ന പൊതുസ്ഥാപനങ്ങൾ മുഴുവൻ ശ്രീ KM മാണിയുടെയും VT സെബാസ്റ്റ്യൻ്റെയും വകയാണ്. മാണിസാറിനെ കാണാനായിട്ട് ഇവിടെ 4 പേര്, ജോസൂട്ടിച്ചേട്ടനെ അറിയാം, ജോസൂട്ടിച്ചേട്ടൻ്റെ അപ്പൻ പാപ്പൻ ചേട്ടനെ ഞാനുമായിട്ട് വളരെ അടുപ്പായിരുന്നു. അതിനുവേണ്ടി മത്തായി ചേട്ടനുമായിട്ടും അടുപ്പമായിരുന്നു. ഇതെല്ലാം കേരള കോൺഗ്രസ് മീനച്ചിൽ താലൂക്കിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ അവിടുത്തെ ഉള്ള ഒരു സ്നേഹം തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന പൊതുസ്ഥാപനങ്ങളൊക്കെ KM മാണിയുടെ ഒരു കയ്യൊപ്പുണ്ട്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കേക്ക് മുറിച്ച് അന്തേവാസികൾക്ക് വിതരണം ചെയ്തു. ഇതോടൊപ്പം ഉച്ചഭക്ഷണവും വിളമ്പി. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി, ബിനോയ് പുറംചുറ, ബെന്നി കുഴിയോടിയിൽ, തോമസ് ചെരുവിൽ, സിസ്റ്റർ ജോളി തുടങ്ങിയവർ പങ്കെടുത്തു. BJP കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശിയെ തിരഞ്ഞെടുത്തു. RSSലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച ABVP സംസ്ഥാന ചുമതലയടക്കം വഹിച്ചിട്ടുണ്ട്. നിലവിൽ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. സ്വീകരണ പരിപാടിയിൽ PN പ്രസാദ് അധ്യക്ഷനായിരുന്നു. തുടർന്ന് നിയുക്ത പ്രസിഡന്റിന് ചുമതല കൈമാറി. സ്വീകരണ സമ്മേളനം BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ അധികാരം കൈമാറുമ്പോൾ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറെ വർദ്ധിക്കുകയാണ്. അതിന് 2 സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. രണ്ടാമത്, വരാൻ പോകുന്ന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഈ 2 തെരഞ്ഞെടുപ്പുകളെയും നമുക്ക് അഭിമുഖീകരിക്കണമെങ്കിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തെ ബൂത്ത് തലത്തിൽ നിന്ന് ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് വരേണ്ടതായിട്ട് ഉണ്ട്. കട്ടപ്പന മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടുക്കി സൗത്തിൻ്റെ അഭിമാനമായിട്ട് നാം കാണുന്ന മണ്ഡലമാണ് കട്ടപ്പന മണ്ഡലം. ഈ ഇടുക്കി സൗത്തിൽ നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ആൾക്കാർ കാണുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പരിപാടികൾ നടക്കേണ്ട സ്ഥലവും കട്ടപ്പനയാണ്.
ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രത്നമ്മ ഗോപിനാഥ്, സി സന്തോഷ് കുമാർ, കെ കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് രതീഷ്, സി കെ ശശി, BMS ജില്ലാ സെക്രട്ടറി സുനീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ജിമ്മിച്ചൻ ഇളംതുരുത്തി, സന്തോഷ് കിഴക്കേമുറി, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട, കട്ടപ്പന നഗരസഭാ കൗൺസിലർമാരായ തങ്കച്ചൻ പുരിയിടം, രജിത രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ 6ാം ഘട്ടമായ അശ്വമേധം 6.0 വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. ഫെബ്രുവരി 12 വരെയാണ് ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുന്നത്. കുഷ്ഠരോഗ ബോധവൽക്കരണം ലക്ഷ്യമാക്കി സ്പർശ് എന്ന പേരിൽ പ്രത്യേക പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അശ്വമേധത്തിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച പ്രവർത്തകരും ഒരു സന്നദ്ധ പ്രവർത്തകനും അടങ്ങുന്ന സംഘം വാർഡ് അടിസ്ഥാനത്തിൽ ഭവന സന്ദർശനം നടത്തി കുഷ്ഠരോഗ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. കേരളത്തിൽ 10,000-ൽ 0.11 എന്ന നിരക്കിൽ കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. അശ്വമേധം ക്യാമ്പയിൻ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി നിർവഹിച്ചു. നമ്മൾ കൃത്യമായ രീതിയിൽ പഴയ കാലഘട്ടമൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായി ഇത് പരിശോധിക്കേണ്ടതാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വംശനാശം സംഭവിച്ച പോലെ നഷ്ടപ്പെട്ടു പോയ രോഗങ്ങൾ എല്ലാം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തന്നെ കൃത്യമായി നടക്കും. നമ്മുടെ CHSയുടെ നേതൃത്വത്തിൽ, HIയുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ വണ്ടൻമേട് പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇത് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലുള്ള, എല്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ വീടുകളിലും AHമാരും ആശാ വർക്കർമാരും കൃത്യമായി പോയി ഒരു സർവേ നടത്തുകയും അവർക്കുള്ള വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകുകയാണ്. പുറ്റടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി GP രാജൻ, സൂസൻ ജേക്കബ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉപാസ് മിറാണ്ട, ഡോക്ടർ കിഷ്വർ ഫർഗീൻ, PHN സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. കുഷ്ഠരോഗ നിർണയ യജ്ഞത്തിന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലടി PHCയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കുഷ്ഠരോഗത്തിനെതിരെയുള്ള പ്രതിരോധ ക്യാമ്പും ഭവന സന്ദർശനവും നടത്തുന്നത്. ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയാണ് കുഷ്ഠരോഗ നിർണയ യജ്ഞം നടത്തുന്നത്. അശ്വമേധം 6.0 എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു. ഈ സംസ്ഥാനത്ത് നിന്നും ഈ കുഷ്ഠരോഗത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തതാണ്. പക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവോടുകൂടി വീണ്ടും കുഷ്ഠരോഗം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ടായി. കഴിഞ്ഞൊരു വർഷം ഒരു കേസ് ഉണ്ടായിരുന്നു എന്ന് HI സാർ ഇപ്പം നമ്മളോട് പറയുകയുണ്ടായി. ഇത് തുടർന്ന് നമ്മുടെ ഇവിടെ എസ്റ്റേറ്റ് മേഖല അടക്കം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നമ്മുടെ ഇവിടെയുള്ളവർ വിദേശത്തോട്ട് കടന്നു പോകുമ്പോൾ അവിടെയുള്ളവർ നമ്മുടെ ഇവിടെ കൂടുതൽ തിങ്ങി പാർക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും ഈ രോഗം നമുക്കിടയിൽ ഒരാൾക്ക് വന്നാൽ ഇവിടെ പകരുന്ന രോഗമാണ്. നമ്മുടെ വീട്ടിലാണേലും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലാണേലും ഒരാൾക്ക് രോഗമുണ്ടായി എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അവരുമായിട്ട് ഇടപെടുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. എത്ര സ്വന്തവും ബന്ധവും സ്നേഹമൊക്കെ ആണെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും, നമുക്കൊരു മടിയാവും. അതുണ്ടായി കഴിഞ്ഞാൽ അത് പകരുകയും ചെയ്യും. വായിൽ കൂടിയ വരെ പകരുന്ന ഒരു രോഗമാണ്. ചർമ്മത്തിൽ ഉണ്ടാകുന്ന നിറം മങ്ങിയതോ ചുവന്നു തടിച്ചതോ സ്പർശനശേഷി കുറഞ്ഞതോ ഇല്ലാതെയായ പാടുകൾ, എണ്ണമയം പുരുണ്ട മിനുസമായ ചർമ്മം, വേദനയില്ലാത്ത വ്രണങ്ങൾ, കൈകാലുകളിലെ മരവിപ്പ്, വേദനയുള്ള തടിച്ച ഞരമ്പുകൾ ഇവയെല്ലാമാണ് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ. ഇത്തരം ആളുകളെ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരപ്പ് അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ മേരി ജോർജ് അധ്യക്ഷയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയ്സൺ സി ജോൺ, ടെസി ജോർജ്, ടീന ജോയി, മഞ്ജുലത KP തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ആനവിലാസം റോഡിൽ വൻ മാലിന്യ നിക്ഷേപം. പാതയോരത്ത് കെട്ടിക്കിടന്നിരുന്ന മാലിന്യം നഗരസഭ ആരോഗ്യ വിഭാഗം നീക്കം ചെയ്തു. മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ തെളിവുകൾ ലഭിച്ചതായും കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ആനവിലാസം റോഡിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത്. വള്ളക്കടവിന് ശേഷം പ്രധാന റോഡിൽ നിന്ന് കടമാക്കുഴിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് വൻതോതിൽ മാലിന്യം തള്ളിയത്. വാഹനത്തിലെത്തി ചാക്ക് കെട്ടുകളിലായിട്ടാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. പാതയോരത്ത് മാലിന്യം അടിഞ്ഞുകൂടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി മാലിന്യം നീക്കം ചെയ്തു. ഇതോടൊപ്പം മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ തെളിവുകൾ ലഭിച്ചതായും കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സുരിയക് പറഞ്ഞു. ഒരു വിജനമായ പ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിരന്തരമായി കൊണ്ടുവന്ന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 1-2 ആളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ നിയമാനുസൃതമായിട്ട് പിഴ ചുമത്തി നോട്ടീസ് കൊടുക്കുക. ഏതായാലും കർക്കശമായ നിലപാടുകളുമായിട്ട് നഗരസഭ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും ഇത് ആളുകളെ ബോധവൽക്കരിച്ചും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയും നിയമാനുസൃത നടപടി സ്വീകരിച്ചും മുമ്പോട്ട് പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ട് നിക്ഷേപിക്കും. ഒരു സ്ഥലം നമ്മൾ ഒഴിവാക്കി വരുമ്പോൾ അടുത്ത സ്ഥലത്ത് നിക്ഷേപിക്കുന്ന രീതി വളർന്നു വരികയാണ്.
ഇപ്പോൾ മാലിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത സാഹചര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ചെടുക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംസ്കരണ സംവിധാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പിന്നെയും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ തികച്ചും സാമൂഹ്യ വിരുദ്ധരായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ഇത്തരക്കാർക്കെതിരെ കർക്കശമായ നിയമ നടപടികളുമായി നടത്തുക മുമ്പോട്ട് പോകും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഒരു ചവർ പോയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആ മാലിന്യങ്ങൾ നമ്മൾ നഗരസഭയുടെ നേതൃത്വം മാറ്റി അവിടെ ബോർഡ് സ്ഥാപിച്ചു, അവിടെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം നൽകി. ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശത്ത് കുട്ടികളുടെ നാപ്കിൻ അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. നാളുകളായി മേഖലയിൽ മാലിന്യ നിക്ഷേപം തുടരുന്നതായും പരാതിയുണ്ട്. പാതയോരത്തെ മാലിന്യ നിക്ഷേപം തടയാൻ CCTV ക്യാമറയടക്കം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുറ്റടിയിൽ പണി കഴിപ്പിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനഗിരി നിർവഹിച്ചു. ഇതോടൊപ്പം സബ്സിഡി നിരക്കിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്ന സ്വാന്തനം മെഡിക്കൽസിന്റെ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം 37 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുറ്റടി ടൗണിൽ ഗവൺമെന്റ് ആശുപത്രിയോട് ചേർന്ന് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. പദ്ധതിയുടെ സമർപ്പണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനഗിരി നിർവഹിച്ചു. നാളുകൾക്ക് മുമ്പ് തുടങ്ങിയ ഒരുപാട് വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മുടെ വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ടേക്ക് എ ബ്രേക്ക് വളരെ മനോഹരമായ രീതിയിൽ ഇന്നൊരു മെഡിക്കൽ സ്റ്റോറും കുടുംബശ്രീ ക്യാൻറ്റീനും ടോയ്ലറ്റും ഒക്കെ ആയിട്ട് ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിനോട് ചേർന്ന് CHC ചേർന്നുള്ള ഈ സ്ഥലത്ത് നമ്മൾ ആധുനികമായ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ടേക്ക് എ ബ്രേക്കിന് നടക്കുന്നത്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അതിനോട് ചേർന്നുള്ള ഈ കെട്ടിടത്തിൽ ഒരു മെഡിക്കൽ സ്റ്റോറും നമുക്ക് അതുപോലെ തന്നെ ടോയ്ലറ്റും ക്യാൻറ്റീനും കുടുംബശ്രീയെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടേക്ക് എ ബ്രേക്കിൻ്റെ പല ബിൽഡിങ്ങുകളും പല മേഖലകളും നടത്തപ്പെടുന്നത് അതിന് 2 മാസം 3 മാസം കൊണ്ട് നിന്ന് പോയിരിക്കുകയാണ്. കാരണം ഇതൊരു കുടുംബശ്രീ സംവിധാനത്തിനോടുകൂടെ ഇത് കൃത്യമായി നോക്കിയെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിലുള്ള വൃത്തിയായിട്ട് ഇത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളുള്ളതുകൊണ്ട് അവർ സ്വന്തമായിട്ട് ഒന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അടച്ചു പോകുന്ന സ്ഥിതി വരും. അതുകൊണ്ട് തന്നെ നമ്മളിത് കൃത്യമായി കുടുംബശ്രീയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സബ്സിഡി നിരക്കിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്ന സ്വാന്തനം മെഡിക്കൽസ് ടേക്ക് എ ബ്രേക്ക് മന്ദിരത്തോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ച സ്നാക്സ് ആൻഡ് കോഫി ഷോപ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MC രാജു നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൂസൻ ജേക്കബ്, GP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിന്റെ ഹൃദയഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങൾ മൂടാൻ നടപടിയില്ലെന്ന് പരാതി. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട ഭാഗത്ത് വ്യാപാരികൾ തന്നെ കല്ലുകളിട്ടാണ് യാത്രാക്ലേശത്തിന് പരിഹാരം കാണുന്നത്. പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധമുള്ള സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. മാസങ്ങളായി അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ടൗണിലെ റോഡുകൾ തകർന്നു കിടക്കുന്നത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുകയാണ്. വാട്ടർ അതോറിറ്റിയും ജൽജീവൻ മിഷനും റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ തൂക്കുപാലം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്ന ആളുകൾ റോഡ് തകർന്നു കിടക്കുന്നത് മൂലം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാട്ടുക്കട്ട സിറ്റി ഏറ്റവും നല്ലൊരു സിറ്റി ആയിരുന്നു. എന്നാലത് ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് അത് സെൻട്രലുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കുകയും അത് കഴിഞ്ഞ് അത് ഒന്നാക്കി നല്ല രീതിയിൽ ഇവിടെ പണിതു തരാനുള്ള പഞ്ചായത്തിൻ്റെയും അധികാരികളുടെയും വാഗ്ദാനപ്രകാരം അത് പൊളിച്ചു നീക്കുകയും അതിനുശേഷം വഴി മാറ്റിപ്പണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ ഇതിൻ്റെ ബാക്കി പണികൾ ചെയ്യാനോ അതൊന്ന് പൂർത്തീകരണത്തിൽ കൊണ്ടുവരാനോ പഞ്ചായത്തിനെ കൊണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടോ കഴിഞ്ഞിട്ടില്ല. സർവോച്ഛ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് അത് പരിഹാരം ഉണ്ടാക്കുമെന്നാണ്, അതിനുവേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അതിനെ സ്വീകരിച്ചതായിട്ടോ അതിനൊരു മറുപടി വന്നതായിട്ടോ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ഇവിടെ യാത്രായോഗമുള്ള രീതിയിൽ വഴി മൊത്തം ഭയങ്കര കുഴികളായിട്ട് തീർന്നിരിക്കുകയാണ്. വ്യാപാരികൾ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ഇവിടെ അപകടങ്ങളും പതിവാണ്. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധങ്ങൾക്കൊടുവിൽ അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 30 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് റോഡിന്റെ ടാറിംഗ് അടക്കം നടത്തുന്നത്. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് വരെയുള്ള റോഡ് തകർന്ന് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധവും ശക്തമായി. ഈ സാഹചര്യത്തിലാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഗ്രാന്റിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ച റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്.
ചപ്പാത്ത് പച്ചക്കാട് കൈൻമാലി മരുതമ്പേട്ട PMJC റോഡിന് 30 ലക്ഷം രൂപ 24-25 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് ഭരണസമിതി വയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ശനിയാഴ്ച കൊണ്ട് അതിൻ്റെ വർക്ക് തീരുമെന്നാണ് കോൺട്രാക്ടർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. സിമെൻറ്റ് പാലം മുതൽ പച്ചക്കാട് വരെയുള്ള വിവിധ ഭാഗങ്ങളിലായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളിൽ തീർത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങൾ ഒന്നേന്ന് ടാർ ചെയ്തു. അല്ലാതെ ചെറിയ പൊട്ടിലുള്ളിടത്തൊക്കെ പാച്ച് വർക്കും ചെയ്തുകൊണ്ടാണ് നമ്മുടെ റോഡിൻ്റെ ഒരു പകുതി ദൂരത്തോളം ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വർക്കുകൾ നടക്കുന്നത്. സിമന്റ് പാലം മുതൽ പച്ചക്കാട് വരെ തീർത്തും പൊളിഞ്ഞുകിടക്കുന്ന ഭാഗത്ത് റീടാറിങ്ങും മറ്റു ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളുമാണ് നടത്തുക. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതോടെ ഇതുവഴിയുള്ള യാത്രാക്ലേശത്തിനും പരിഹാരമാകും. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രത്യേക ഗ്രാമസഭ പുറ്റടി SNDP ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വയോജനക്ഷേമത്തിനായി നടപ്പിലാക്കി വരുന്നതും 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കേണ്ടതുമായ പദ്ധതികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്തത്. പുറ്റടി SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മുച്ചക്ര വാഹനം എന്നുള്ളൊരു പദ്ധതി എല്ലാവരും ആഗ്രഹിച്ചൊരു പദ്ധതിയായിരുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കൃത്യമായി തന്നെ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു, ബ്ലോക്ക് തലത്തിലും. അപ്പോൾ ആ സാഹചര്യത്തിൽ വെച്ച് നമ്മൾ കുറേ ആൾക്കാർക്ക് SC ആളുകൾക്ക് കൊടുത്തു, ജനറൽ ആൾക്കാർക്ക് കുറേ ആളുകൾക്ക് ലഭിച്ചു. എന്നാൽ ആ പദ്ധതി ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത്. പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഗ്രാമസഭയിൽ നിന്നല്ല നിങ്ങളുടെ എല്ലാവരും ലിസ്റ്റ് എടുത്ത് നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ലിസ്റ്റുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അവർക്ക് സർക്കാരിൻ്റെ പൈസ വരുന്ന മുറയ്ക്ക് അവർക്ക് ഈ മുച്ചക്കരം വെച്ച ആളുകൾക്ക് ഇനി കിട്ടാനുള്ളവർക്ക് കിട്ടും. കുറേ ആളുകൾക്ക് കിട്ടിയായിരുന്നു. പിന്നെ അതുപോരാതെ നമുക്ക് കിട്ടുന്ന വ്യക്തിഗത ആനുകൂല്യം നമുക്കറിയാം. കൃത്യമായി തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുക്കുകയുണ്ടായി. ഈ വർഷം പദ്ധതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ ആവശ്യപ്പെട്ട പദ്ധതികളെല്ലാം തന്നെ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ ബിന്ദു കെ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, സൂസൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ തുപ്പിപ്പാള SN സ്കൂൾ വാർഷികാഘോഷം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ തൊപ്പിപ്പാള SN സ്കൂളിന്റെ 31ാമത് വാർഷികാഘോഷമാണ് നടന്നത്. പ്രിൻസിപ്പൽ ആന്റണി AV റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിന്റെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ആ പ്രവർത്തന റിപ്പോർട്ടിൽ വിദ്യാഭ്യാസത്തിനൊപ്പം കരിയർ ഗൈഡൻസിനോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ മാനസികവും ശാരീരികവുമായ അല്ലെങ്കിൽ കലാപരമായും കായികപരമായുള്ള അവൻ്റെ കഴിവുകളെ മുഴുവൻ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അത് വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാം അല്ലെ പഠനം കേന്ദ്രമായി ഈ SN വിദ്യാലയം മാറിയിട്ടുണ്ട്. സിനർജിയ 2K25 എന്ന പേരിലാണ് വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ, സ്കൂൾ മാനേജർ KS ബിജു, PTA പ്രസിഡന്റ് നോബിൾ സെബാസ്റ്റ്യൻ, VV ഷാജി, അൻസാർ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 39ാമത് വാർഷികാഘോഷവും ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷനും നടന്നു. കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സ്കൂൾ PTA പ്രസിഡന്റ് സിജോ ഔസേപ്പ് അധ്യക്ഷനായിരുന്നു. കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ലൂസി എബ്രഹാം, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോസ്പിൻ, അധ്യാപകരായ സിസ്റ്റർ എൽവിര, MPTA പ്രസിഡന്റ് രജനി ചെല്ലയ്യ, PTA വൈസ് പ്രസിഡന്റ് സോജൻ വള്ളിപ്പറമ്പിൽ, സെലിൻ കല്ലറക്കൽ, സ്റ്റാഫ് സെക്രട്ടറി സ്നേഹ കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷനും സ്കൂൾ അങ്കണത്തിൽ നടന്നു. ഇടുക്കി ചുരുളി ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവത്തിന് കൊടിയേറി. തൃക്കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകി. SNDP യോഗം ഇടുക്കി യൂണിയന് കീഴിലുള്ള ചുരുളി ഗുരുദേവ ക്ഷേത്രത്തിൽ ഉത്രട്ടാതി മഹോത്സവത്തിനാണ് കൊടിയേറിയത്. 5 നാളുകളായി നടക്കുന്ന ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകി. നന്മയുടെ പ്രകൃതിയിൽ അവശേഷിക്കുന്ന കാര്യങ്ങൾ ഉത്സവങ്ങൾ പ്രധാനമായും 3 തരത്തിലാണ് കൽപ്പിക്കപ്പെട്ടത്. അങ്കുരാദി, പടഹാദി, ധ്വജാദി. അതിൽ 3ാമത്തേതാണ് നമുക്ക് പരമാദരണീയനായ കുമാരൻ തന്ത്രി കൽപ്പിച്ചു നൽകിയത്. കൊടിയേറ്റോട് കൂടിയ ഉത്സവമാണ്. ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലായ ആനയും അമ്പാരിയും ഒക്കെ ആയിട്ടാണ് പടഹാദി ഉത്സവം. മറ്റൊരു തരത്തിലെന്ന് പറയുന്നത് മുളപൂജയോടുകൂടി ആരംഭിക്കും. വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആളുകളുടെ വലിയ സാന്നിധ്യത്തിൽ ഭക്തിനിർഭരമായ കൊടിയേറ്റ് കർമ്മം നമുക്ക് നടത്തുവാൻ സാധിച്ചു. ക്ഷേത്രം മേൽശാന്തി NR പ്രമോദ്, നിശാന്ത് ശാന്തികൾ, ചന്ദ്രൻ ശാന്തികൾ, അർജുൻ ശാന്തികൾ തുടങ്ങിയവർ ക്ഷേത്ര ആചാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്ര മഹോത്സവം ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 വരെയാണ് നടക്കുന്നത്. ശാഖായോഗം പ്രസിഡന്റ് കലീഷ് രാജു, സെക്രട്ടറി MN ഷൺമുഖദാസ്, ശാഖായോഗം വൈസ് പ്രസിഡന്റ് KN പ്രസാദ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ PK മോഹൻദാസ്, ബൈജു ശിവൻ, രതീഷ് കൊച്ചുവേലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനന കാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത്. വരയാടുകളുടെ ആവാസ കേന്ദ്രമായ ഉദ്യാനത്തിൽ വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നു തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക് ഉദ്യാനത്തിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല. പ്രജനനകാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി വരുന്നത്. വരയാടുകളുടെ പ്രജനനകാലമായതുകൊണ്ട് ജനുവരി 31 തീയതി ഇരവികുളം നാഷണൽ പാർക്ക് അടയ്ക്കുകയാണ്. പ്രജനനത്തിന് ശേഷം ഏപ്രിൽ മാസം 1 തീയതി വീണ്ടും ഇരവികുളം നാഷണൽ പാർക്ക് സഞ്ചാരികൾക്കായി തുറക്കും. വരയാടുകളുടെ പ്രജനനകാലം വരയാടിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും ഈ അടച്ചിടുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ 1 പാർക്ക് വീണ്ടും തുറക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിലായി വരയാടുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ മെയ് മാസം നടത്തിയ കണക്കെടുപ്പിൽ ഇരവികുളം ഉൾപ്പെടെയുള്ള വരയാടുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ 827 വരയാടുകളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 144 എണ്ണം പുതിയ കുഞ്ഞുങ്ങളായിരുന്നു. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യ ക്യാഷ്ലെസ് പാർക്ക് കൂടിയാണ് ഇരവികുളം. ശരാശരി 2500 മുകളിൽ ദിവസേന സന്ദർശകർ പാർക്കിലെത്താറുണ്ട്. കഴിഞ്ഞ 10 മാസം കൊണ്ട് 20 കോടി രൂപയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരുമാനം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട 213. വിൽപ്പനയ്ക്ക് വന്നത് 52,585. വിൽപ്പന നടന്നത് 51,752. കൂടിയ വില 3,250. ശരാശരി വില 2,997. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 2,900. ഏലം ശരാശരി വില 2,800.
കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7610 രൂപ, വെള്ളി 106. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം. വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞി വെട്ടി നശിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ വ്യാഴാഴ്ച. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ദേവികുളം സബ് കളക്ടർ. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടിയിൽ 7 വയസ്സുകാരന് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ കുട്ടിയുടെ കൈയൊടിഞ്ഞു. സംഭവത്തിൽ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആശുപത്രിയിൽ കുഞ്ഞിന് ജന്മം നൽകി. കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിലെ ഒരു ആശുപത്രിയിൽ പ്രസവിച്ചത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 14-കാരി. പെൺകുട്ടി ഗർഭം ധരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ കാമുകനിൽ നിന്ന്. വരയാടുകളുടെ പ്രജനന കാലം ആരംഭിച്ചതോടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഫെബ്രുവരി 1 മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തും. സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തുക മാർച്ച് 31 വരെ 2 മാസക്കാലത്തേക്ക്. എല്ലാ വർഷവും സമാന രീതിയിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി വരുന്നത് പ്രജനന കാലത്ത് വരയാടുകൾക്കുണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.